ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്ന് എന്തായാലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ എൻ്റെ കൂടെ പൊന്നും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊന്നും ഇന്ന് ക്ലാസ് ഇല്ലാത്തതാണ്, പൊന്നും കൂടി എന്നെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാ നമ്മുടെ പൂരിയുടെ പാക്കറ്റാണ്, നമ്മുടെ കടയിൽ നിന്ന് മേടിക്കുന്ന പൂരിയുടെ പാക്കറ്റാണ്. അപ്പോൾ ഇന്ന് പൂരിയും ഗ്രീൻ പീസ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എനിക്ക് ഈ പാക്കറ്റിലെ പൂരി ഭയങ്കര ഇഷ്ടമാണ്, കാരണം അത് ഭയങ്കര സോഫ്റ്റാണ് ഉണ്ടാക്കി കഴിയുമ്പോൾ. അപ്പോൾ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്, ഞാനത് കടയിൽ നിന്ന് തപ്പി പിടിച്ച് മേടിച്ചിട്ട് കൊണ്ടുവന്നതാണ്. അപ്പോൾ നമ്മളിത് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയിൽ കറണ്ട് പോയി ഗൈസ്, അതാണ് ഈ ഒരു എക്സ്പ്രഷൻ കേട്ടോ. അപ്പോൾ കറണ്ട് അപ്പോൾ തന്നെ വന്നു. അപ്പോൾ നമ്മൾ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു കുക്കറിലേക്ക് നല്ല രീതിയിൽ ഗ്രീൻ പീസൊക്കെ കഴുകിയിട്ട് ഇട്ടെടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ്. എന്തായാലും ഒരു 3-4-5 വിസിൽ അതിനുള്ളിൽ നമ്മുടെ ഗ്രീൻ പീസ് അങ്ങോട്ട് വേവും. അപ്പോൾ എന്തായാലും നമുക്ക് ഗ്രീൻ പീസ് വേവാൻ വേണ്ടി ഒരു സൈഡിൽ വെച്ച് കൊടുക്കുക. അതിനൊപ്പം നമ്മൾ ഇപ്പുറത്ത് പൂരി ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു 5-6 വിസിൽ കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് ഓഫ് ചെയ്തു. അപ്പോൾ ഞാനിവിടെ പൂരി ഉണ്ടാക്കുന്നുണ്ട്. പൊന്ന് നമ്മുടെ കറിയിലേക്ക് വേണ്ടിയിട്ട് സവാളൊക്കെ നല്ല കുനുകുനാന്നരിയുന്നുണ്ട്. പോരാത്തതിന് പച്ചമുളക്, പിന്നെ വേപ്പിൻ്റെ ഇല, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ കറിയിലേക്ക് വേണ്ട എല്ലാ സാധനങ്ങളും അവൾ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും എനിക്ക് കുറച്ചൊക്കെ ഒരു പണിത്തിരക്ക് ഒഴിഞ്ഞ് കിട്ടി. പൊന്നു നല്ല രീതിയിൽ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് കിച്ചണിൽ കയറിയിട്ട് ഓരോന്ന് ചെയ്യുമ്പോൾ എല്ലാം പെട്ടെന്ന് എല്ലാ പരിപാടിയും കഴിയും. അപ്പോൾ ഇത് നോക്കിയ ഗൈസ്, എനിക്കിത് നല്ല ഇഷ്ടമായിരുന്നു. നമ്മളിത് എണ്ണയിലേക്ക് ഇട്ടപ്പോൾ നല്ല പോലെ ഇങ്ങനെ വീർത്ത് വന്നു, നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ എനിക്കിത് നല്ല ഇഷ്ടമായി. നമ്മളിത് പൂരി ഉണ്ടാക്കിയിട്ട് പാത്രത്തിൽ ഇനി വെക്കാൻ സ്ഥലമില്ല ഗൈസ്. പിന്നെ ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. കറി റെഡിയാക്കുന്നത് കാണിക്കാൻ പറ്റിയില്ല, കാരണം ആ ഒരു സമയത്ത് എനിക്ക് അർജൻറ്റായിട്ടൊരു കോൾ വന്നാണ്, നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. സംഭവം വേറെ ഒന്നുമില്ല, നമ്മളൊരു ചട്ടിയിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് അതിലേക്ക് സവാളയും പച്ചമുളകും വേപ്പിൻ്റെ ഇല ഇട്ടും നല്ല രീതിയിൽ വഴറ്റി കഴിയുമ്പോൾ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, മുളക് പൊടി ഇട്ടിട്ട് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമ്മുടെ വേവിച്ച ഗ്രീൻ പീസും കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളിത് തിളപ്പിക്കാൻ വെക്കുക. തിളച്ച് കഴിയുമ്പോൾ നമ്മുടെ കറി റെഡിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നത്, നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.